ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മിനി വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്യണത് അനിയത്തിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും പൊതുവെ ഞാൻ അങ്ങോട്ടാണ് കേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തവണ ആൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും കുഞ്ഞുമായും മക്കളും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് 2 ടയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോളുടെ ഫസ്റ്റും സെക്കൻഡ് ബർത്ത്ഡേക്ക് മാത്രമേ ഞാൻ ഇതുപോലെ 2 ടയറായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നാമത്തതും നാലാമത്തെ ബർത്ത്ഡേക്കും നമ്മൾ 1 kg മാത്രമേ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് 5ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ 2 kg 2 ടയർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മോളുടെ ഡ്രസ്സ് പിങ്ക് കളറാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ഫുള്ളായിട്ട് പിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതായത് ഇതുപോലത്തെ ഡിസൈൻ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ ഡിസൈൻ അങ്ങ് മാറ്റിയിട്ട് ഇതുപോലെ പാലറ്റ് നൈഫ് കൊണ്ട് ഡിസൈനാണ് ചെയ്യുന്നത്. ഞാൻ പൊതുവേ പാലറ്റ് നൈഫ് കൊണ്ടുള്ള ആ ഒരു ഡിസൈൻ എനിക്ക് അത്ര അങ്ങ് സൂട്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇത്തവണ ഞാൻ അതുപോലത്തെ ഒരു ഡിസൈനാണ് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ രീതിക്ക് തന്നെ ഞാൻ എന്താ നല്ല രീതിക്ക് തന്നെ കേക്കിൻ്റെ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോളായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു ക്രൗണൊക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കിലോട്ട് നമ്മൾ വരെയാണ്. പിന്നെ അതാ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ വരുന്നത് 45 കിലോമീറ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പം ആളിനെ കാത്ത് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കേക്കിൻ്റെ വർക്ക് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മെയിൻ റോഡ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആളിനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വരുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞുമാരുടെ മക്കളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കുഞ്ഞുമാരുടെ മക്കളും മോളും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആസിഫ മോള്. അപ്പോൾ അത് അങ്ങനെ നമ്മളിതാ കേക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൂടെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി അപ്പോൾ ആൾക്ക് ചിക്കനാണ് ഇഷ്ടമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡും പിന്നെ പപ്പടവും ഇത് ഇത്രയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ നിന്ന് വിട്ടത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വർക്കല ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെയ്ക്കും അവിടെ പോയിട്ടില്ല. അതുപോലെ തന്നെ അനിയത്തി അങ്ങനെ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വർക്കല ബീച്ചിൽ പോയി മക്കൾ കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് കാപ്പിൽ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ചെറിയൊരു ബീച്ചുണ്ട്, നമുക്ക് അവിടെയും കൂടെ ജസ്റ്റ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കടലും കായലും അടുത്തടുത്ത് ചേർന്ന് നടക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇന്ന്. സത്യം പറഞ്ഞാൽ സമയം പോകുന്നതേ അറിയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടു നിൽക്കുന്ന സമയത്താണ് എൻ്റെ മോൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അവൻ ഈ മണ്ണ് കാണുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മണ്ണിലോട്ട് കളിക്കാനായിട്ട്. കുറച്ച് സമയം അവൻ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ദൂരെ ഒരു ട്രെയിൻ ഇങ്ങനെ വരണൊരു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.